കുട്ടികളിൽ ടെലിവിഷനുള്ള സ്വാധീനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വനിത ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നത് സൈക്കോളജിസ്റ്റായ വിപിൻ വി റോൾഡൻ ആണ്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ സംശയങ്ങൾ ചോദിക്കാം. ടെലിവിഷൻ വ്യൂവിങ്ങിന്റെ നല്ലതും ചീത്തയുമായ കുറെ വശങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മാതാപിതാക്കൾക്ക് എത്രത്തോളം ഈ TV വ്യൂവിങ്ങിൽ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ സാധിക്കും? എങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും? അതിനാദ്യമായിട്ട് നമുക്കൊരു TV കാണുന്നൊരു സംസ്കാരം ഉണ്ടായി വരേണ്ടത് പേരൻസിൽ തന്നെയാണ്. കുട്ടി TV കണ്ട് വഷളാകുന്നു എന്നൊരു വാക്ക് പറയുമ്പോൾ പരാതി പറയുമ്പോൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പ്രത്യേകിച്ചും വീട്ടിലിരിക്കുന്നവരാരാണോ കൂടുതലായിട്ട് വീട്ടിലിരിക്കുന്നവരാണോ അവർ TVക്ക് എന്തുമാത്രം അഡിക്റ്റ് ആണ് എന്ന് നമ്മൾ നോക്കേണ്ടി വരും. പരമ്പരകളും അങ്ങനെയുള്ള പല സാധ്യതകളും ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് കാണരുതെന്നും അല്ല ഞാൻ പറഞ്ഞു വരും. പക്ഷേ അതിന് നമുക്കൊരു ടൈം ഫ്രെയിം ഉണ്ടാകണം, ഒരു ലിമിറ്റ് ഉണ്ടാകണം. കുട്ടി ഉണ്ടാകുന്ന കാലത്ത് മുതൽ തന്നെ കുട്ടിയെ നമ്മൾ TVയുടെ ശബ്ദം കേൾപ്പിച്ചും TVയിലെ പാട്ട് കേൾപ്പിച്ചുമാണ് മലന്ന് കിടക്കുന്ന കുഞ്ഞിന് നമ്മൾ പാല് കൊടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ. ഈ കുഞ്ഞിനെ TVയിലേക്കൊരു അഫെക്ഷൻ ചെറുപ്പം മുതലേ ഉണ്ടായിപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ അതിനകത്ത് പ്രശ്നമുണ്ട്. കാരണം TVയുടെ തൊട്ടടുത്ത് ഉള്ള കട്ടിലൊക്കെ കിടത്തിക്കൊണ്ടായിരിക്കും അവർ പക്ഷേ ഈ ഒരു പ്രോസസ്സൊക്കെ സംഭവിക്കപ്പെടുക. നമ്മളാരും അത് വളരെ അവയർനെസ്സോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ഭക്ഷണം കൊടുക്കുന്ന ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞ് ഭക്ഷണം കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു ശീലവും ഉണ്ടല്ലോ. തുടക്കത്തിൽ അത് വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും. കാരണം അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും കുഞ്ഞ് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. തുടക്കത്തിൽ രസമായിട്ടൊന്നും കാർട്ടൂൺ ഇട്ട് കാണിക്കുക, അതോടൊപ്പം തന്നെ ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം കഴിക്കും. കുട്ടി നന്നായിട്ട് നല്ല വണ്ണമൊക്കെ വെച്ച് അല്ലെങ്കിൽ മിടുക്കിയായിട്ട് അല്ലെങ്കിൽ മിടുക്കനായിട്ട് കുട്ടി വളർന്നു വരും. അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുട്ടിക്ക് TV കണ്ടുകൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റൂ. വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും TV കണ്ടാൽ ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ തന്നെ അവന് ഓവർ വെയിറ്റ് അല്ല അവൾക്ക് ഓവർ വെയിറ്റ് അല്ലെങ്കിൽ അത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല പ്രശ്നങ്ങളുണ്ടാകും. മാത്രമല്ല ഇത് ആ കുട്ടിയുടെ ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഭക്ഷണത്തോട് നമ്മൾ ബഹുമാനം കാണിക്കുന്നില്ല, കൂടുതൽ ഭക്ഷണം കഴിച്ചേക്കാം. ഈ ഭക്ഷണത്തോട് ബഹുമാനം കാണിക്കുക, ഭക്ഷണ സമയത്ത് ഭക്ഷണത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഭക്ഷണത്തിന്റെ റിസൾട്ട് ശരിക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക. ഒരു സമയത്ത് ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യപ്പെടാവുന്ന രീതിയിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു കൾച്ചറൊക്കെ ഉണ്ടാകണമെങ്കിൽ TV സമയം ഭക്ഷണ സമയം ഇത് രണ്ടായി തന്നെ പോകണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് TV ഓഫ് ചെയ്ത് പറ്റും. ഇതും നമ്മൾ അല്പം മുമ്പ് ചോദിച്ച രീതിയിൽ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. ഇതിനിടയ്ക്ക് പറഞ്ഞിരുന്ന ഒരു കാർട്ടൂൺ എന്ന് പറഞ്ഞൊരു സംഭവം. പക്ഷെ നമ്മൾ കാർട്ടൂണിനെ കുറിച്ച് വളരെ താല്പര്യപ്പെടും. കുട്ടികൾ കാർട്ടൂൺ കാണട്ടെ, നല്ലതാണ് എന്നൊക്കെ പറയുന്നത്, ഒരു പ്രായം വരെ രസിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത്. അതിനകത്തും ചെറിയൊരു അപകടം, ചെറുതാണോ വലുതാണോ എന്നുള്ളത് തീർച്ചയായിട്ടും. സിമ്പിൾ ആയിട്ട് നോക്കി ടോം ആൻഡ് ജെറി കാർട്ടൂൺ നല്ല കാർട്ടൂണാണ് നമുക്ക് തോന്നാം. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് കാണുന്ന ടോമും ജെറിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്ന സീനാണ്. അപ്പോൾ രസകരമായിട്ടാണെങ്കിൽ പോലും ഈ കൊച്ചു കുഞ്ഞിന്റെ മനസ്സിൽ പാര എന്താണെന്ന് ആദ്യം പഠിക്കുന്നത്, പാരവെപ്പ് പഠിക്കുന്നത് ഈ ടോം ആൻഡ് ജെറി പ്രോസസ്സിലൂടെ തന്നെ ആയിരിക്കും. അതിന് മറ്റു ചില ഡയമെൻഷൻസ് ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും ഈ കാർട്ടൂൺ അഡിക്റ്റായി മാറുകയാണ് കുട്ടി. ഈ കാർട്ടൂൺ അഡിക്റ്റായി മാറുമ്പോൾ തന്നെ അവിടെയും പ്രശ്നമുണ്ട്. പിന്നീട് ഈ കാർട്ടൂൺ കഥാപാത്രം ടോം ആൻഡ് ജെറിക്കും ഒക്കെ മാറിയിട്ട് ദുർമന്ത്രവാദത്തിന്റെയും അല്ലെങ്കിൽ വളരെ പൈശാചികമായിട്ടുള്ള തലത്തിൽ നിന്നൊക്കെ പറയാവുന്ന രീതിയിൽ കുട്ടിയുടെ മനസ്സിനെ പീഡിപ്പിക്കാവുന്ന വിഷ്വൽസും ഒക്കെയാണ് പിന്നീട് കാർട്ടൂൺ കഥാപാത്രങ്ങളായിട്ട് വരിക. പലപ്പോഴും സ്റ്റിക്കറായിട്ടും ഇതൊക്കെ നമുക്ക് കടകളിൽ ലഭ്യവുമാണ്. ടാറ്റു ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിലൊട്ടിക്കുകയോ അല്ലെങ്കിൽ ബുക്കിലൊട്ടിക്കുകയോ സ്ഥലങ്ങളിലേക്ക്. അപ്പൊ പോസിറ്റീവ് പേഴ്സണാലിറ്റി ആണോ ബിൽഡ് ചെയ്യപ്പെട്ട് വരിക, അതോ നെഗറ്റീവായിട്ടുള്ള ഒരു ഭ്രാന്തമായ ഒരു തലത്തിലുള്ള നെഗറ്റീവ് പേഴ്സണാലിറ്റിയാണ് ഈ കുട്ടികളുടെ ഈ കാർട്ടൂണിലൂടെയും ബിൽഡ് ചെയ്യപ്പെട്ട് വരിക എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഇന്നത്തെ TV ചാനലുകൾ നമ്മൾ നോക്കിയാൽ കുട്ടികൾക്ക് കാണാൻ പറ്റിയ രീതിയിലുള്ള പോസിറ്റീവ് തോട്ടും പോസിറ്റീവ് എനർജിയും ലഭിക്കാവുന്ന തരത്തിലുള്ള കാർട്ടൂണുകളൊന്നും ഉണ്ടാകുന്നില്ല.